ഒരിക്കൽ മരംകൊത്തി ദൈവത്തോട് പരിഭവിച്ചു. എന്റെ കൊക്ക് എന്തിനാണ് ഇത്ര കടുപ്പമേറിയതാക്കിയത്? എനിക്ക് താഴെ കിടക്കുന്ന ചെറു പ്രാണികളെ കൊത്തി തിന്നാനാവുന്നില്ലല്ലോ. ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നിന്റെ ചുണ്ടുകൾ മരപ്പൊത്തുകളിലെ ചെറു പ്രാണികളെ കൊത്തി തിന്നുവാനുള്ള ഉളിയാണ്. അതാണു നിന്റെ കരുത്ത്. ഇതു കേട്ട് തത്ത പരാതിയുമായി എത്തി. എന്റെ ചുണ്ടുകൾ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒന്നിനെയും നേരെ കൊത്തി തിന്നാൻ സാധിക്കുന്നില്ല. ദൈവം പറഞ്ഞു, നിന്റെ ചുണ്ടുകൾ പഴങ്ങളും ധാന്യങ്ങളും കഴിക്കുവാനുള്ളതാണ്. അതാണു നിന്റെ സൗന്ദര്യം. ഇത് കേട്ടുകൊണ്ടിരുന്ന കുയിൽ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് മരംകൊത്തിയുടെ കരുത്തോ തത്തയുടെ സൗന്ദര്യമോ ഇല്ല. പിന്നെ എന്തിനാണ് എന്നെ ഈ കറുപ്പ് നിറത്തോടെ സൃഷ്ടിച്ചത്? എനിക്ക് എന്തിനാണ് ഈ പാഴ്ജന്മം? ദൈവം കുയിലിനോട് പാടാൻ ആവശ്യപ്പെട്ടു. ആ കണ്ഠത്തിൽ നിന്നും മുതിർന്ന കളകൂജനം കേട്ട് പ്രകൃതിയാകെ നിശ്ചലമായി. ആ നിമിഷം കുയിലിന്റെ ഉള്ളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. എന്തിനു വേണ്ടി ജന്മമെടുത്തു എന്ന അറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. എന്തിനു വേണ്ടി ജനിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നിങ്ങളെ തളർത്താനാവില്ല. അന്യന്റെ ആകാശം കണ്ട് നെടുവീർപ്പിടുന്നവർക്ക് സ്വന്തം ചിറകിലെ തൂവലിന്റെ തിളക്കം കാണാനാവില്ല. ചെടി മരത്തെ നോക്കി വളരാൻ ശ്രമിച്ചാൽ അത് തളർന്നു പോകും. മലയെ നോക്കി അസൂയപ്പെടുന്ന കൊടുമുടിക്ക് സ്വന്തം ഉയരം ആസ്വദിക്കാനാവില്ല. ഉപയോഗം അറിയാത്തവന്റെ കയ്യിൽ കിട്ടുന്ന സ്വർണം വെറും ലോഹം മാത്രമാണ്. എന്നാൽ സ്വന്തം മൂല്യം തിരിച്ചറിയുന്നവന് മണ്ണുപോലും മാണിക്യമാണ്. ഇല്ലാത്ത കഴിവുകളെ ഓർത്ത് കരയുന്നതിനേക്കാൾ മനോഹരം ഉള്ളിലെ തീപ്പൊരിയെ ആളിക്കത്തിക്കുന്നതാണ്. സംഗീതത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്തിനാണ് അഭിനയത്തിന്റെ അരങ്ങ് കണ്ട് മോഹിക്കുന്നത്? രുചിക്കൂട്ടുകളുടെ രാജകുമാരൻ എന്തിനാണ് വാക്ചാതുര്യമില്ലാത്തതിന്റെ പേരിൽ പരിതപിക്കുന്നത്? എല്ലാം തികഞ്ഞവരായി ആരുമില്ല. കിട്ടിയ അനുഗ്രഹങ്ങളെ എത്രത്തോളം ഉജ്ജ്വലമായി വിനിയോഗിക്കുന്നു എന്നതിലാണ് ഒരു വ്യക്തിയുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. അപരന്റെ വെളിച്ചത്തിൽ സ്വന്തം നിഴൽ അളക്കാൻ ശ്രമിക്കരുത്. സ്വന്തം വെളിച്ചം സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക്